ആം ആദ്മി പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ വിഷം പരാമർശം വിവാദത്തിൽ. ഹരിയാനയിലെ ബി.ജെ.പി. സർക്കാർ യമുനയിൽ വിഷം കലർത്തിയെന്ന പരാമർശത്തിൽ കേജ്രിവാളിനെതിരെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രംഗത്തെത്തിയിരുന്നു. യമുന നദി വൃത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടതിനു ശേഷം എ.പി. ഹരിയാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചത്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേജ്രിവാളിന് നോട്ടീസ് നൽകി. ഇതിന് മറുപടി നൽകാൻ ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും കേജ്രിവാളിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരായി. യമുനയിൽ വിഷം കലർത്തിയതായി പരാമർശിച്ച തന്റെ മുൻ പ്രസ്താവനകൾ ജലത്തിലെ അമോണിയയുടെ അളവ് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ നടത്തിയതാണെന്നും ഈ പാരിസ്ഥിതിക പ്രതിസന്ധിക്ക് പുറത്ത് ദുരുദ്ദേശം ഒന്നും ഉദ്ദേശിക്കാനില്ലായിരുന്നുവെന്നും കേജ്രിവാൾ തന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കി. അതേസമയം ഫെബ്രുവരി 5-നാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുക. ഫെബ്രുവരി 8-ന് ഫലപ്രഖ്യാപനം നടക്കും. ഡൽഹിയിലെ 70 നിയമസഭാ സീറ്റുകളിലേക്ക് ആകെ 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.